പാതിവില തട്ടിപ്പിന് പിന്നാലെ പല സാമ്പത്തിക തട്ടിപ്പുകളുടെയും ചുരുളഴിയുകയാണ്. ഇരിങ്ങാലക്കുടയിൽ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ നടന്നത് വൻ നിക്ഷേപ തട്ടിപ്പാണ്. 150 കോടി രൂപ തട്ടിയെടുത്ത് ബില്യൺ ബീസ് ഉടമയും സഹോദരങ്ങളും വിദേശത്തേക്ക് കടന്നു. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പാതിവില തട്ടിപ്പിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് നിക്ഷേപ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. വലിയ പലിശ വാഗ്ദാനം ചെയ്ത് സഹോദരങ്ങൾ തട്ടിയത് 150 കോടിയിലധികം രൂപയെന്നാണ് പോലീസിന്റെ കണക്ക്. അടിമുടി സിനിമാ സ്റ്റൈൽ തട്ടിപ്പ്. 10 ലക്ഷം രൂപ മുടക്കിയാൽ പ്രതിമാസം 30,000 രൂപ മുതൽ 50,000 രൂപ വരെ വരുമാനം. ബില്യൺ ബീസ് എന്ന പേരിൽ 2019 ചെറിയ സ്ഥാപനം തുടങ്ങി. പിന്നീട് നിക്ഷേപങ്ങൾ ഒഴുകിയതോടെ ആഡംബര ഓഫീസ് തുറന്നു. ഒട്ടേറെ ജീവനക്കാർ, കൈനിറയെ നിക്ഷേപവും. സർവീസിൽ നിന്ന് വിരമിച്ചവർ ആനുകൂല്യങ്ങൾ വരെ നിക്ഷേപിച്ചു. ഭൂമി വിറ്റും സ്വർണം വിറ്റും പണം നിക്ഷേപിച്ചവരുമുണ്ട്. 2023 വരെ വരുമാനം കിട്ടി, പിന്നെ മുടങ്ങി. കേരളത്തിലെ പ്രധാന ഷെയർ ട്രേഡിംഗ് സ്ഥാപനങ്ങൾ 12% വരുമാനം ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 36% ലാഭം. സ്വകാര്യ ബാങ്കിലെ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് ഇരിങ്ങാലക്കുട സ്വദേശി ബിബിൻ കെ ബാബു. 150 കോടി രൂപ സമാഹരിച്ച ഷെയർ ട്രേഡിംഗ് സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയത് സിനിമാ കഥയെ വെല്ലും വിധമാണ്. ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപനത്തിന്റെ ഉടമകൾ. 32 പരാതികളാണ് തൃശൂർ റൂറൽ SP കൈമാറിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി വിദേശത്തേക്ക് കടന്നുവെന്നത് പോലീസ് അന്വേഷണത്തിനും വെല്ലുവിളിയാണ്. ലാഭത്തിനു വേണ്ടി സുരക്ഷിതമാണോ എന്ന് പോലും പരിശോധിക്കാതെ പണം നിക്ഷേപിക്കുന്നതാണ് ഇത്തരം തട്ടിപ്പുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഇടയാക്കുന്നതെന്നാണ് പോലീസിന്റെയും കണ്ടെത്തൽ. ഇതിൽ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം. തൃശ്ശൂരിൽ നിന്നും സൂരജ്, 24.